ടു ധാത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടുവേർഡ്സ് യു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ വിചാരിക്കുന്നത്, അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ആൻഡ് വാട്ട് ദേ തിങ്ക് ഓഫ് യു. ഈ ഒരു സമയം എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. ഇത് ജനറലായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, ജെൻഡർ സ്പെസിഫിക് അല്ല, ജെൻഡർലെസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് ഏത് സമയത്താണ് നിങ്ങളുടെ മുന്നിൽ എത്തുക, ആ ഒരു സമയത്തായിരിക്കും ലൈഫിൽ നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ടുവേർഡ്സ് യു. Okay, let's see. 7 of Pentacles ആണ് വന്നിരിക്കുന്നത്. സോ ഇവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു വെയിറ്റിംഗ് പീരീഡ് കാണാനുണ്ട്. അവരുടെ ക്ഷമ നശിച്ചിരിക്കുന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്ത് കാര്യമാണ് എന്ന് നമുക്ക് നോക്കാം. ലൈഫിൽ അവരൊരു സ്റ്റക്നെസ്സിലാണുള്ളത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യലി മേ ബി ഓർ കരിയർ വൈസ് ഓർ തോട്ട് പ്രോസസ് എന്തിലും ആകാം, ഒരു സ്റ്റക്നെസ്, ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലൊരു സ്റ്റക്നെസ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. യെസ്, വി ഗോട്ട് ദ സ്ട്രെങ്ത് കാർഡ്. സോ ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്, വളരെ ഇൻഫിനിറ്റ് ആണ് എന്ന് പറയാം. അതായത് ഒരു അവസാനമില്ലാത്ത രീതിയിൽ തന്നെ തോട്ട്സ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അത് തന്നെ ആയിരിക്കാം അവരെ ഇപ്പോൾ ഒന്ന് സ്റ്റക്ക് ആക്കിയിട്ടുള്ളത്. അഗെയിൻ 3 of Wands ആണ്. ഒരു വെയിറ്റിംഗ് എനർജി വളരെ ഹൈ ആണ്. അവരുടെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽസ് ഒന്നും അവർക്ക് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊരു വെയിറ്റിംഗ് ഫേസിലാണ് എന്ന് കാണുന്നുണ്ട്. ദ ഹെർമിറ്റ് കാർഡ്. പലപ്പോഴും റിലേഷൻഷിപ്സിൽ ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ സെപ്പറേഷൻ ആവുകയോ ഒക്കെ ചെയ്യുന്നത് അവിടെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. സംടൈംസ് ലവ് ഇസ് നോട്ട് ഇന്നഫ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നില്ല. അത് മറ്റൊരാളെ കുറിച്ച് എന്ന് മാത്രമല്ല, അവനവനെ കുറിച്ചും ആക്ച്വലി എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിഞ്ഞാലാണ് എനിക്ക് അതിനു വേണ്ടി അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. സോ ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിൽക്കുകയാണ്, എന്നാൽ അവർ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. സോ അവർ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതും അവരുടെ ഉള്ളിലേക്കും അവർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് എന്നും മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി ബേസിക്കലി കോൾ എ സ്പിരിച്വൽ ജേർണി. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ട്രിഗർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ എന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ കണക്ഷനാണ്, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന കണക്ഷനാണ്. സോ ഈ വ്യക്തിക്ക് ഈ ഒരു കണക്ഷൻ അത്രയും ഡിവൈനായിട്ട് യൂണിവേഴ്സ് കൊണ്ടു കൊടുത്തിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നിങ്ങളോടുള്ള കൂടുതലായിട്ടുള്ള ഒരു തോട്ട്സ് എന്താണ്. ആൻഡ് സി വി ഗോട്ട് ദ ജഡ്ജ്മെൻറ്റ്. സോ ഇത് ഒരു ആത്മപരിശോധനയുടെ ഒരു സമയമാണ് അവർക്ക്. ഈ റിലേഷൻഷിപ്പിൽ അവരെടുത്തിരുന്ന സ്റ്റാൻഡ് എന്താണ്, അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണ്. ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ലാസ്റ്റ് കോളിംഗ് എന്ന് അവർക്ക് തോന്നുകയാണ്. അവരുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. അവർക്ക് എന്തൊക്കെയോ ഫിക്സ് ചെയ്യാനുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ആൻഡ് യെസ്, 8 of Pentacles. സോ ദേ ആർ വർക്കിംഗ് ഓൺ ദെംസെൽസ്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അവരെന്ത് ആക്ഷൻ ഇനി എടുക്കും നമുക്ക് നോക്കാം. 2 of Swords ആണ്. ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ദേ ആർ കൺഫ്യൂസ്ഡ്.
മേ ബി രണ്ട് തോട്ട്സാണ് അവർക്കുള്ളത്, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ രണ്ട് സാഹചര്യത്തിൽ അവർ സ്റ്റക്കായിരിക്കും ഇൻ ബിറ്റ്വീൻ. കണ്ണ് കെട്ടി, നിങ്ങൾക്ക് തന്നെ കാണാം, കണ്ണ് കെട്ടി ക്രോസ് റോഡിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഹൂ നോസ് അല്ലേ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ അനുഭവിക്കാനുള്ളത് എന്ന് കാണുന്നുണ്ട്. ആൻഡ് കൂടുതൽ എന്താണ്, യെസ്, നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്. സോ ദേ ആർ ആക്ച്വലി വാണ്ടിങ് ടു കം ബാക്ക് ടു യു. നിങ്ങളിലേക്ക് തിരികെ വരണം, നിങ്ങളിലേക്ക് ഓടി വരണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. അവർ വെരി സൂൺ എന്തായാലും ഒരു ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ്. ആൻഡ് യെസ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്, ദേ ആർ ഹോൾഡിങ് ഓൺ ടു യുവർ മെമ്മറീസ്. അവരതിൽ നിന്നൊട്ടും മൂവ് ഓൺ ആയിട്ടില്ല. അവർക്കത് വിട്ട് കളയാൻ താല്പര്യവുമില്ല. അത് വളരെ സ്ട്രോങ് ആയിട്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ മെമ്മറീസ് ആൻഡ് യുവർ റിലേഷൻഷിപ്പ്. യെസ്, ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് മേ ബി ഇവരുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു ഫീമെയിൽ മെമ്പർ ആയിരിക്കാം ഈ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. കാരണം ഇവരുടെ ഇൻറ്റ്യൂഷനുമായിട്ടല്ല ഇവരിപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഇവർ ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൻ്റെ ബേസിസിൽ ഒരു കണ്ടീഷൻഡ് തോട്ടിലാണ് ഇവർ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്ര നല്ല രീതിയിലല്ല അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പുതിയൊരു തുടക്കം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈസ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ സെപ്പറേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അവർ ഉറപ്പായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ മെച്യൂറായിട്ട്, സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട്, വളരെ ക്ലാരിറ്റി ഓഫ് തോട്ട്സിൽ അവർ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് അത് വെരി സൂൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം എനർജി നമുക്ക് ഹെയർഫിൻ്റെ ആണ് വന്നിട്ടുള്ളത്. അത് സ്പിരിച്വൽ കണക്ഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വി ഗോട്ട് ദ സൺ കാർഡ്. യെസ്, സോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നെടുത്ത് യൂണിവേഴ്സ് നമുക്ക് തന്ന മെസ്സേജാണിത്. അതായത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ഗോട്ട് 3 ഓഫ് കപ്സ് ഓൾസോ. ആൻഡ് ദെൻ വി ഗോട്ട് 8 ഓഫ് വാൻസ്. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. വെരി സൂൺ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എത്ര ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ 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 സ്ട്രോങ് ആണ്. സോ നിങ്ങൾ ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. The World card, Queen of Pentacles, King of Swords, King of Wands, 2 of Cups, Ace of Pentacles, 10 of Pentacles, Knight of Pentacles. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വിവാലൻ്റ് ആയിട്ടൊരു റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തൊരു കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവുമെങ്കിലും ബോട്ടം എനർജി നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് സ്വോർഡ്സ് ആൻഡ് ഓൾസോ ഷാഡോ കാർഡ് ബേർഡൻ, 10 ഓഫ് വാൻഡ്സ്. സോ ഈ റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആവുകയും ഇതിൻ്റെ അകത്തൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്യും നിങ്ങളായിട്ട് അങ്ങോട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ എന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു സമയം യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ ഫിനാൻസ്, യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ കരിയർ. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇനിഷ്യേഷൻ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. യു ക്യാൻ ഐദർ വെയിറ്റ് ഫോർ ദാറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്നതിലും ഇവിടെ കുഴപ്പം കാണിക്കുന്നില്ല. കാരണം ഇൻ ദ ഫ്യൂച്ചർ ഇത് സെപ്പറേറ്റഡ് ആയി പോകാനുള്ള സാധ്യതയിലാണ് ഇപ്പോഴത്തെ കറണ്ട് എനർജി നിൽക്കുന്നത്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചും കൂടെ അസേർട്ടീവ് ആവുക എന്നുള്ളതാണ്. നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന, നിങ്ങളെ റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ
നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അവരിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ആ എനർജീസിനെ എല്ലാം നിങ്ങൾ ഓവർകം ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫിൽ വേൾഡ് കാർഡ് നമുക്ക് വന്നു, ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. ഈ കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ കർമ്മത്തിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കുക. ലേൺ യുവർ ലെസൺസ് റൈറ്റ് നൗ. ഇങ്ങനെ ജീവിതത്തിന് നിങ്ങൾ പഠിക്കേണ്ട ഒരു സമയമാണ്. ജീവിതത്തിന് നിങ്ങൾ പഠിച്ച് അതിനെ മാനേജ് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റിയും മാറും എന്നുള്ളതാണ്, കാർമിസിറ്റിയും മാറുമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.